മുണ്ടത്താനം പുളിമൂട്ടിൽ കുടുംബാംഗങ്ങളുടെ 20ാമത് കുടുംബസംഗമം പുഷ്പഗിരി ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൽ നടന്നു. കുടുംബങ്ങളിലെ വൈദികൻ അർപ്പിക്കുന്ന സമൂഹ ബലിക്ക് ശേഷം നടത്തിയ കുടുംബയോഗം താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റെമീജിയോസ് ഇഞ്ചനാനിയൽ ഉദ്ഘാടനം ചെയ്തു. മുണ്ടത്താനം പുളിമൂട്ടിൽ പനത്തോട്ടത്തിൽ ഇല്ലിമൂട്ടിൽ കുരീക്കൽ കവുന്നുകാട്ടിൽ കരിന്തയിൽ കരിമാക്കിൽ പൂവത്തിങ്കൽ കുരുവിനാക്കുന്നൽ കടിക്കപ്പള്ളിയിൽ എന്നീ കുടുംബങ്ങളുടെ 20ാമത് കുടുംബസംഗമമാണ് പുഷ്പഗിരി ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൽ നടന്നത്. കുടുംബങ്ങളിലെ വൈദികർ അർപ്പിക്കുന്ന സമൂഹ ബലിക്ക് ശേഷം നടത്തിയ കുടുംബയോഗം താമരശ്ശേരി രൂപതാധ്യക്ഷൻ മാർ റെമീജിയോസ് ഇഞ്ചനാനിയൽ ഉദ്ഘാടനം ചെയ്തു. മലബാറെല്ലാം ചരലല്ലേട തുഴയണമെങ്കിൽ അവിടെ പോകണം. അങ്ങനെയുള്ള പാട്ടൊക്കെ ആ കാലഘട്ടത്തിൽ നാം കേട്ടിട്ടുണ്ട്. വിഷകന്യക എന്നൊരു നോവലും എഴുതി കുടിയേറ്റത്തിൻ്റെ വിപരീതമായിട്ടുള്ള ഫലങ്ങളെക്കുറിച്ച് പൊതുജനമധ്യേ അവതരിപ്പിച്ചു. ഭീതികരമായൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു കുടിയേറ്റത്തിൻ്റെ കാലഘട്ടം. എന്നാൽ കൂട്ടായ്മയോടുകൂടെ കുടിയേറ്റം ശക്തിപ്പെട്ടു. ആ കുടിയേറ്റത്തിൽ ഓരോ പ്രദേശത്തും കടന്നു വന്നവർ ആ ഒരു ഇടവകയായി രൂപപ്പെട്ട് അവിടെ ശക്തിപ്പെട്ടു. അങ്ങനെ ഇവിടെ കടന്നു വന്ന പ്രിയപ്പെട്ട പുളിമൂട്ടിൽ കുടുംബാംഗങ്ങൾ പുഷ്പഗിരിയിൽ ഈ ഇടവകയെ ശക്തിപ്പെടുത്തുന്നതിനും എല്ലാ പ്രവർത്തനങ്ങളും മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നതിന് സാധിച്ചുപോയി. ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങളാണ് അവർ പങ്കുവെക്കുന്നത് എന്ന് ഞാൻ ഈ അവസരത്തിൽ കുടുംബയോഗത്തിൽ പങ്കെടുക്കുമ്പോൾ നാം എല്ലാവരും ഒരുപോലെ ഒരേ തീഷ്ണതയോടുകൂടി പങ്കെടുക്കേണ്ടത് ഏറ്റവും ആവശ്യകമാണ്. ഒന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നമുക്ക് കിട്ടുന്ന അവസരമാണ്. യോഗത്തിൽ നവവൈദികനായ ഫാദർ ഓസ്റ്റിൻ പുളിമൂട്ടിലിനെയും കുടുംബയോഗ സ്ഥാപകരെയും മുതിർന്ന കുടുംബാംഗങ്ങളെയും ജൂബിലേറിയന്മാരെയും ഉന്നത വിജയം നേടിയവരെയും ആദരിച്ചു. മുണ്ടത്താനം കുടുംബയോഗം അധ്യക്ഷൻ AS ജോസിൻ്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി ജോസ് വർഗീസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുഷ്പഗിരി ലിറ്റിൽ ഫ്ലവർ ദേവാലയം ഇടവക വികാരി ഫാദർ ജോൺസൺ പാഴുകുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി. നിയുക്ത MLA CK കാസിം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ, ഫാദർ ചാക്കോച്ചൻ മുണ്ടത്താനം, ഫാദർ ചാക്കോ കരിന്തയിൽ, ഫാദർ ഓസ്റ്റിൻ പുളിമൂട്ടിൽ, മാത്യു പുളിമൂട്ടിൽ, ബാബു പുളിമൂട്ടിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പരിപാടിയുടെ ഭാഗമായി സെമിത്തേരി സന്ദർശനവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. തുടർന്ന് പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, മുക്കം.